നമ്മൾക്ക് ഇനിയൊരു 6 മിനിറ്റിനടുത്താവുന്നത്. അപ്പം സമയം കീപ്പ് ചെയ്യണമെന്ന്. 6 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 2 കാര്യങ്ങളെ പറയാം. ഞാൻ ഈ ഡിബേറ്റിനെ മൊത്തത്തിൽ കാണുന്നത് ഡോക്ടർ BR അംബേദ്കറെ ദളിതരുടെ ഒരു മിശിഹയായി കാണുന്ന ഒരു പതിവ് രീതിയിൽ നിന്ന് ഭിന്നമായി ഇത് ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന ഒരാളാണ്. ലോക യൂണിവേഴ്സിറ്റികളിൽ പഠിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. എന്തുകൊണ്ടാണ് ഒരാളെ നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് വിളിക്കുന്നത്? ഇത് വെറുതെ ദളിതരുടെ ഒരു ആഗ്രഹമാണ്. അതങ്ങനെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് നമ്മൾ ഒരാളെ കാറ്റഗറൈസ് ചെയ്യുന്നത് അത് അദ്ദേഹം വാട്ട് ഇറ്റ് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്നതിനൊരു ഉത്തരം പറഞ്ഞിരിക്കണം. എന്തായിരിക്കണം ഒരു രാഷ്ട്രം എന്ന ചോദ്യത്തിന് ഡോക്ടർ BR അംബേദ്കർ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ലെനിൻ പറഞ്ഞിട്ടുണ്ട്, മാവോ പറഞ്ഞിട്ടുണ്ട്, മാർക്സ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പൊളിറ്റിക്കൽ തിങ്കേഴ്സാണ്, ഫിലോസഫേഴ്സാണ് നമ്മൾ പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ സ്റ്റേറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, നമുക്ക് സ്ട്രോങ് ആയൊരു സ്റ്റേറ്റ് വേണം, ശക്തമായൊരു സ്റ്റേറ്റ് വേണം. അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും. ഇതാ പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പ്രബലനും ദുർബലനും ഇടയിൽ നീതി വിതരണം ചെയ്യുന്ന സ്ഥാപനമായി സ്റ്റേറ്റിനെ നിർവചിച്ചിട്ടുണ്ട് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് അദ്ദേഹം ഈ ആസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലക്ക് ആണ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതൊരു പോയിന്റ്, ഈ ലോകം മുഴുവനും അംബേദ്കർ വായിക്കുന്നു. ലോകത്തെ പല സ്ഥലത്തും ആഫ്രിക്കയിലെ ബ്ലാക്സ് വായിക്കും, യൂറോപ്പിലെ ജിപ്സികൾ വായിക്കുന്നു, ഇന്ത്യയിലെ ദളിതർ വായിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള ന്യൂനപക്ഷങ്ങൾ വായിക്കുന്നു. എന്താണ് ഇവർക്കൊക്കെ ഈ അംബേദ്കർ പ്രിയങ്കരനാവാൻ അല്ലെങ്കിൽ അംബേദ്കർ ഒരു മാർഗദർശിയാണെന്ന് അവർക്ക് തോന്നാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. സമൂഹം, രാഷ്ട്രം സിസ്റ്റമിക്കായിട്ട് പുറന്തള്ളുന്ന ജനത എവിടെയുണ്ടോ, സിസ്റ്റമിക്കായിട്ട് സമൂഹമോ രാഷ്ട്രമോ സിസ്റ്റമിക്കായി പുറന്തള്ളുന്ന ജനവിഭാഗങ്ങൾ എവിടെയുണ്ടോ അവിടെ അവരെ എങ്ങനെ സ്റ്റേറ്റിലേക്ക്, വ്യവസ്ഥയിലേക്ക് അക്കമഡേറ്റ് ചെയ്യണം എന്നതിനൊരു പൊളിറ്റിക്കൽ തിയറി ലോകത്ത് അവതരിപ്പിച്ച ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകരാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിക്കളിച്ചാൽ പോരാ. സംവരണത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. സംവരണം ഈ അക്കമഡേഷൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ്, അല്ലാതെ കുറച്ച് പാവപ്പെട്ടവർക്കെന്തോ കൊടുക്കുന്ന പരിപാടിയാണെന്നൊന്നും ആരും കരുതരുത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആസ് എ പൊളിറ്റിക്കൽ തിങ്കർ എന്ന നിലക്ക് ലോകത്തടയാളപ്പെട്ട ഒരാളാണ്. നമ്മളൊരു കാര്യം അറിയണം, എൻ്റെ സുഹൃത്ത് ശ്രീജിത്തിലൂടെ പറയും, 50 മുതൽ യൂണിവേഴ്സിറ്റികളിലൊന്നും അംബേദ്കറെ ആരും പഠിച്ചിട്ടില്ല. അദ്ദേഹം അതൊന്ന് പുനഃപരിശോധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പരമദരിദ്രരായ മനുഷ്യരുടെ ഓർമ്മകളിലാണ് അംബേദ്കർ വർഷങ്ങളോളം ജീവിച്ചത്. അതിനുശേഷം അംബേദ്കർ അവതരിക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളാണ്. അതായത് പുതിയ തലമുറയുടെ പഠനങ്ങളിലൂടെയാണ് അംബേദ്കർ പിന്നീട് പ്രധാനപ്പെട്ട ഒരു ഐക്കണായി മാറുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? അംബേദ്കർ വേറെ രീതിയിൽ മനസ്സിലാക്കണമെന്ന് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സമൂഹത്തിൻ്റെ ഈ പുറന്തള്ളൽ വ്യവസ്ഥയെ നിയന്ത്രിക്കുവാൻ, പുറന്തള്ളൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുക, നമുക്കൊരു ഡെമോക്രാറ്റിക് സംഭവമായി മാറുക, ഡെമോക്രാറ്റിക് സൊസൈറ്റിയായി മാറുക. ഒരു കോൺട്രിബ്യൂഷൻ അംബേദ്കർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ഇല്ലാത്തത് എന്താണെന്ന ചോദ്യത്തിന് അംബേദ്കർ പറയുന്നൊരു ഉത്തരം, പൊളിറ്റിക്സിൽ പറയുന്ന ഉത്തരം സോഷ്യൽ ഡെമോക്രസി. നമ്മുടെ സമൂഹം ഒട്ടും ഡെമോക്രാറ്റിക് അല്ല, അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രവും ഡെമോക്രാറ്റിക് അല്ല. ഇതാണ് അംബേദ്കർ പറയുന്നൊരു കാര്യം. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് മാത്രമേ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ ഉണ്ടാക്കാൻ പറ്റൂ. എന്താണ് ഡെമോക്രസി എന്ന ചോദ്യത്തിന് അംബേദ്കർ പറയുന്ന ഉത്തരം, 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധനയിലാണ് ഡെമോക്രസി വെളിപ്പെടുന്നത്. ഇന്ത്യക്കകത്തെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഇതുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ എങ്ങനെ ജീവിക്കും. ഒരു പോയിന്റ് എടുക്കും. ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചില്ല എന്ന ചോദ്യം വിവാദകരമായ കുറേ പരാമർശങ്ങൾ ശ്രീജിത്ത് നടത്തുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതിൻ്റെ വേദി ഇതല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം ഇവിടെ ഡോക്ടർ BR അംബേദ്കറെ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മുടെ.
അംബേദ്കർ വാസ് ഫിലോസഫിക്കലി പ്രാഗ്മാറ്റിസ്റ്റ്. ഒരു പ്രാഗ്മാറ്റിക് ചിന്തകനാണ് ഡോക്ടർ BR അംബേദ്കർ. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ പ്രായോഗികവാദം, അവസരവാദം ഒന്നുമല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ സ്ട്രീം, ഒരു തത്വചിന്താ പദ്ധതിയാണ് പ്രാഗ്മാറ്റിസം. ആത്യന്തികമായ സത്യമെന്നൊന്നില്ല എന്ന് മനസ്സിലാക്കുകയും എല്ലാത്തിനെയും വിമർശവിധേയമാക്കുകയും ചെയ്യുന്ന, പുതിയത് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്, തത്വശാസ്ത്ര പദ്ധതിയാണ് പ്രാഗ്മാറ്റിസം. ബുദ്ധനിൽ അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം, ബുദ്ധൻ ആത്യന്തികമായ ബ്രഹ്മസത്യത്തെ നിഷേധിച്ചു എന്നതാണ്. ബുദ്ധനിലേക്കുള്ള കവാടം തുറക്കുന്നത് അവിടെയാണ്. 5-6 മതങ്ങളെ കമ്പയർ ചെയ്ത് എന്നാൽ ബുദ്ധമതം കൊള്ളാം, ചേർന്നേക്കാൻ നല്ല അംബേദ്കർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തത്വചിന്താ പദ്ധതിക്ക് അനുരൂപമായ ഒരു ദർശനം ബുദ്ധനിലുണ്ട്. അതിലൊന്ന് അതൊരു ഗോഡ്ലെസ് മതമാണെന്നുള്ളതാണ്. സയൻറ്റിഫിക് യുഗത്തിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന റേഷണാലിറ്റിയെ ബേസ് ചെയ്ത മതമാണ് ബുദ്ധമതമെന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രാഗ്മാറ്റിക് ചിന്തകന് ഫോളോ ചെയ്യാവുന്ന ഒരു മതമെന്ന നിലക്കാണ് ബുദ്ധനിലേക്കുള്ള വാതിൽ അംബേദ്കർ തുറക്കുന്നത്. എത്തിക്സിൽ അദ്ദേഹം ഒരു പുതിയ പാഠവും 3 കാര്യങ്ങളാണ്. ഒന്നൊരു മെത്തഡോളജി ഇന്ത്യ പഠനത്തിൽ അദ്ദേഹം സംഭാവന ചെയ്തു. 2 ആസ് എ പൊളിറ്റിക്കൽ തിങ്കർ എന്ന നിലയിൽ സിസ്റ്റമിക് എവിക്ഷന് വിധേയമായവരുടെ വലിയൊരു മാർഗദർശനം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒരു സൊസൈറ്റി എന്തായിരിക്കണം, സ്റ്റേറ്റ് എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരങ്ങൾ മുന്നോട്ട് വെച്ചു. 5 എത്തിക്സ്, ധാർമ്മികത, അതിനൊരു വ്യവസ്ഥ നിർമ്മിക്കണം. എല്ലാ സമൂഹങ്ങളും അത് മതത്തിൽ നിന്നുണ്ടാകുന്നതാവണമെന്ന് ഒരു നിർബന്ധവുമില്ല, വിശ്വാസത്തിൽ നിന്നുണ്ടാവുന്നതാണെന്നൊരു നിർബന്ധം. പക്ഷേ എത്തിക്സ് പ്രധാനമാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. ആ എത്തിക്സിനൊരു മാതൃക ബുദ്ധനിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഈ അംബേദ്കറെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എ ഡിസ്റ്റിങ്വിഷ്ഡ് ഫിലോസഫർ എന്ന നിലക്ക് തന്നെയാണ്. ഹി ഈസ് നോട്ട് ഓൺലി ദ ലീഡർ ഓഫ് ദലിറ്റ്സ് ഇൻ ഇന്ത്യ, ബട്ട് ദ ലീഡർ ഓഫ് സിസ്റ്റമിക് എവിക്റ്റഡ് പീപ്പിൾസ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ അംബേദ്കറെ വീണ്ടെടുക്കാൻ